2024 എന്ന് പറയുമ്പോൾ ഓരോ ഇന്ത്യൻ പൗരനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത 5 വർഷം ആര് നമ്മളെ ഭരിക്കണം എന്നുള്ള ഒരു ലൈസൻസിന് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന വർഷമാണ് 2024. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് അതായത് കഴിഞ്ഞ 10 വർഷവും BJPൻ്റെ കയ്യിലായിരുന്നു ഭരണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 10 വർഷം കൊണ്ട് BJP പറയുന്നു, അപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP ഇന്ത്യനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോയി എന്നാണ് BJP അവകാശപ്പെടുന്നത്. മറുവശത്ത് കോൺഗ്രസ് ആണെങ്കിലോ അതായത് BJP ഭരണത്തിന് വന്നതിന് ശേഷം ഇന്ത്യ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വെറുതെ ആൾക്കാരുടെ അടുത്ത് മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെന്റ് മാത്രമോ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ വിമർശനവും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷവും BJPൻ്റെ കയ്യിലായിരുന്നു ഭരണമുണ്ടായിരുന്നത്. അപ്പോൾ ഈ 10 വർഷത്തിന് ഇന്ത്യയിൽ എന്തെല്ലാം ഡെവലപ്മെന്റ് BJPക്ക് കൊണ്ടുവരാൻ സാധിച്ചു, അതുപോലെ തന്നെ കഴിഞ്ഞ 2 ഇലക്ഷനിലും അവർ ജയിക്കുമ്പോൾ കുറേയധികം വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് അവർ കയറിയത്. ഇതിൽ എത്രമാത്രം വാഗ്ദാനങ്ങൾ അവർ നിറവേറ്റാൻ പറ്റി ഉള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതൊരു അൺബൈസ്ഡ് ആയ ഒരു റിവ്യൂ ആയിരിക്കും. അതായത് BJPൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ അല്ല നമ്മൾ പറയാൻ പോകുന്നത്, മൊത്തം നമ്മൾ ഡാറ്റ അനുസരിച്ചാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതായത് ഒരു ഹാട്രിക് ജയം മോഡിക്ക് വീണ്ടും കൊടുക്കണോ വേണ്ടയോ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാം, അല്ലാണ്ട് ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ തംസ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. വീഡിയോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു കാര്യം മാത്രം, അതായത് ശബ്ദത്തിൽ കുറച്ച് ഒരു വേരിയേഷൻസ് ഉണ്ടാവും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ത്രോട്ട് പെയിൻ ആണ്. അപ്പോൾ മാക്സിമം ശബ്ദം ഉയർത്തി തന്നെ സംസാരിക്കാൻ ശ്രമിക്കാം. പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, അതിന് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കമൻറ്റിലൂടെ തന്നെ തരുന്നതാണ്. അപ്പോൾ വീഡിയോട്ട് കിടക്കുന്നതിന് മുമ്പ് അതായത് BJP കഴിഞ്ഞ 2 ഇലക്ഷനിലും നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവർ ജയിച്ചത്. അപ്പോൾ അതിനു മുമ്പ് ഇലക്ഷൻ സമയത്തിന് മുമ്പ് അല്ലാതെ തന്നെ അവർ വാഗ്ദാനങ്ങൾ നൽകും. അപ്പോൾ കുറേ പേജുകളുള്ള വാഗ്ദാനങ്ങൾ തന്നെയാണ് 2 പാർട്ടിയും, അതായത് കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ രണ്ടുപേരും കൊടുത്തത്. അപ്പോൾ 2 പാർട്ടിയും കൊടുത്തിട്ടുണ്ടെങ്കിലും BJP ആണ് ജയിച്ചത്. അപ്പോൾ BJPയുടെ മാനിഫെസ്റ്റോ എന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പക്ഷേ BJPയുടെ മാനിഫെസ്റ്റോ മൊത്തമായിട്ടും ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ടൈമില്ല. കാരണം അത് ഒരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ എടുക്കുന്ന ഒരു ഡിബേറ്റായി മാറും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു 5 സെക്ടർ, അതായത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അതുപോലെ തന്നെ വീഡിയോ ഉണ്ടാക്കുന്ന എനിക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്ന 5 സെക്ടർ എടുത്തിട്ട് അതിൽ BJPക്ക് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചോ അതുപോലെ തന്നെ ബോണസ് ആയിട്ട് ഒരു സെക്ടറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് പറയുന്നുണ്ട്. 5 സെക്ടറുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 സെക്യൂരിറ്റി, 2 അഗ്രികൾച്ചർ, 3 എക്കണോമി, അതുപോലെ തന്നെ 4 ഇൻഫ്രാസ്ട്രക്ചർ, 5ാമത്തെ സോഷ്യൽ വെൽഫെയർ, 6ാമത്തത് ഇതിൻ്റെ എല്ലാം ഓവറോൾ ആയിട്ട് നമ്മൾ ഒന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 സെക്ടറിൽ എന്തെല്ലാം ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നു എന്ന് നമുക്ക് ഓരോന്നായിട്ട്. 1 സെക്യൂരിറ്റി. BJPൻ്റെ ഏതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നിങ്ങൾ കേൾക്കുകയാണെങ്കിലും അതിൽ ഒരു വാക്കെങ്ങാനും സെക്യൂരിറ്റിനെ കുറിച്ച് മാക്സിമം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ മാനിഫെസ്റ്റോയിലും ഈ സെക്യൂരിറ്റിനെ കൂടുതലായിട്ടും ഹൈലൈറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് 2014 ഇലക്ഷനും അതിനുശേഷം പിന്നീട് വന്ന ഇലക്ഷനിലും അവർ ഈ സെക്യൂരിറ്റിനെ കുറിച്ച് വലിയ കാര്യത്തിൽ തന്നെ ഹൈലൈറ്റ് ആയി പറയുന്നുണ്ട്. എത്രമാത്രം BJP ഗവൺമെന്റ് വന്നപ്പോൾ ഇംപ്രൂവ് ആയി നമുക്ക് നോക്കാം. സെക്യൂരിറ്റിന്റെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ജമ്മു കാശ്മീർ ആർട്ടിക്കിൾ 370 എടുത്തു കളയും എന്ന് ആദ്യം തന്നെ, അതായത് ഇലക്ഷന് മുമ്പ് തന്നെ അവരൊരു വാഗ്ദാനം നൽകിയിരുന്നു. അതേപോലെ തന്നെ അവർ വന്നപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്തു കളയുകയും അത് സക്സസ്ഫുള്ളായി ബില്ലായി പാസ്സാകുകയും ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ കൊടുത്ത ആ ഒരു സെക്യൂരിറ്റിയിൽ ആ ഒരു പ്രോമിസ് അവർ കൃത്യമായിട്ട് തന്നെ അവർ പൂർത്തീകരിച്ചു. അതിനുശേഷം അതായത് ഇന്റേണൽ സെക്യൂരിറ്റിയും എക്സ്റ്റേണൽ സെക്യൂരിറ്റിയുമായിട്ട് നമുക്ക് 2 തരത്തിൽ പിരിക്കാം. അതിൽ എക്സ്റ്റേണൽ സെക്യൂരിറ്റി അതായത് ഇന്ത്യക്ക് പൊതുവെ വരുന്ന മറ്റ് രാജ്യത്തു നിന്ന് വരുന്ന അറ്റാക്കുകൾ. അപ്പോൾ 2004 തൊട്ട് 2013 വരെ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യനെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം ഇന്ത്യയിൽ 9321 ടെററിസ്റ്റ് അറ്റാക്കുകളാണ് നടന്നിരുന്നത്. എന്നാൽ 2014 തൊട്ട് 22 വരെ BJP ഭരണം വന്നപ്പോൾ അത് ഏകദേശം 2132 കുറഞ്ഞു. അതായത് ഏകദേശം 77% ടെററിസ്റ്റ് അറ്റാക്കുകൾ ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കുറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം കണക്കുകളാണ്, അല്ലാണ്ട് ഞാൻ വെറുതെ പറയുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ മതി, അതായത് ഓരോ മിനിസ്ട്രീൻ്റെയും ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ കാശ്മീരിൽ ആദ്യത്തെ, അതായത് 2004 തൊട്ട് 13 വരെ 959 അറ്റാക്കുകളാണ് നടന്നത്. എന്നാൽ 14 തൊട്ട് 22 വരെ
259 അറ്റാക്കായിട്ട് അത് 14% അതിൽ നിന്നും വളരെയധികം ഇൻക്രീസ് ആയ കാര്യം ഇതിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാക്കുന്നതെന്ന് വെച്ചാൽ അതായത് BJP വന്നതിൽ എക്സ്റ്റേണൽ സെക്യൂരിറ്റിയിൽ നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതായത് പണ്ട് ഇന്ത്യയിൽ എപ്പോഴും ടെററിസ്റ്റ് അറ്റാക്കുകൾ നടന്നത് ഇവർ വന്നതിന് ശേഷം എക്സ്റ്റേണൽ സെക്യൂരിറ്റി നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കി എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതിൽ വലിയൊരു തംസപ്പാണ് BJP ഗവൺമെന്റിന് കൊടുക്കാനുള്ളത്. അതിനുശേഷം അതായത് ഇന്റേണൽ സെക്യൂരിറ്റിയിലോട്ട് വരുമ്പോഴാണ് പലർക്കും ഉള്ളൊരു സംശയം, അതുപോലെ തന്നെ പലർക്കും വലിയ അഭിപ്രായ വ്യത്യാസമുള്ളതും ഇന്റേണൽ സെക്യൂരിറ്റി തന്നെയാണ്. 2020 വരെയുള്ള ഡാറ്റ എടുത്തു നോക്കുകയാണെങ്കിൽ ആൾക്കാരെല്ലാം തന്നെ ഇന്റേണൽ സെക്യൂരിറ്റിയിലും വലിയ രീതിയിൽ തന്നെ BJPനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് മണിപ്പൂരിൽ നടന്ന ആ ഒരു സംഭവം പലർക്കും അതായത് BJP പാർട്ടിക്ക് തന്നെ വലിയൊരു ഡീഫ്രെയിം ഉണ്ടായി എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ അത് തന്നെയാണ് സത്യം. അതായത് മണിപ്പൂരിൽ അത്രയും വലിയൊരു റൈറ്റ്സ് ഉണ്ടാകുകയും അതിനെ നമ്മുടെ ഒരു ഗവൺമെന്റ് അതായത് ഇത്രമാത്രം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇന്റേണൽ സെക്യൂരിറ്റിയിൽ വലിയൊരു വീഴ്ചയായിട്ട് തന്നെയാണ്, അതായത് ഓപ്പോസിഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ജനങ്ങളും അതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ പലരും പറയും അതായത് അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കലാ റൈറ്റ്സ് ആണെന്ന്. പക്ഷേ വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയാണെങ്കിലും ഈ പാർട്ടി വന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് ഇവർക്കും വലിയൊരു ഡീഫ്രെയിം അതായത് ഇവരുടെ പേര് ഒരു ഡാമേജ് ആവാനുള്ള രീതിയിലാണ് മണിപ്പൂർ സംഭവം സംഭവിച്ചത്. അതുപോലെ തന്നെ അവിടെ ഇന്റർനെറ്റ് ഫെസിലിറ്റി പോലും പല മാസങ്ങൾ അവിടെ മുടങ്ങി കിടന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം പുറലോകം അറിഞ്ഞു പോലുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ മണിപ്പൂർ സംഭവം വലിയൊരു ബ്ലാക്ക് മാർക്കായിട്ട് BJPന്റെ മുന്നിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ 2019 ഇലക്ഷനിൽ BJP പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്റേണൽ പോലീസ് ഫോഴ്സ് അതായത് പോലീസിനുള്ള പോലീസ് കാര്യങ്ങളെല്ലാം തന്നെ മോഡേണൈസേഷൻ ആക്കുന്നത്. അതായത് അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ വെൽ എക്യുപ്പ് ആയിട്ട് പുതിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അവരൊരു മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനായിട്ട് കുറേ കോടികൾ അലോക്കേറ്റ് ചെയ്യും എന്നും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ 2022 ഡാറ്റ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പോലീസ് ടു പബ്ലിക് റേഷ്യോ ഏകദേശം 152 മാത്രമേ ഉള്ളൂ പെർ ലാക്ക്. അടിസ്ഥാനത്തിൽ പോലും അതായത് പെർ ലാക്ക് ഏകദേശം 222 പോലീസാണ് വേണ്ടത്. എന്നാൽ ഇന്ത്യയുടെ കറണ്ട് പോലീസ് എന്ന് പറയുന്നത് വെറും 152 ഉള്ളൂ. അതായത് ബിലോ ആവറേജ് പോലീസ് റേഷ്യോ മാത്രമോ ഇപ്പോഴും ഇന്ത്യയുടെ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് കുറേ ക്രൈമുകൾ പോലീസിന് അതായത് എത്തിച്ചേരാൻ കഴിയുന്നില്ല. നമ്മുടെ പോലീസ് ഫോഴ്സ് വളരെ കുറവാണ് എന്നാണ് ഈ ഡാറ്റ തന്നെ ക്ലിയർ ആയി പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനും ഇച്ചിരി കൂടെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ മോഡേണൈസേഷൻ ആക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 1,68,333 സ്റ്റേഷനാണ് ഉള്ളത്. ഇതിൽ 250ഓളം പോലീസ് സ്റ്റേഷനിൽ വണ്ടികൾ പോലും ഇല്ല, അതായത് പ്രോപ്പറായിട്ട് വണ്ടികൾ പോലും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ 150ഓളം പോലീസ് സ്റ്റേഷനിൽ ഏകദേശം വയർലെസ് കമ്മ്യൂണിക്കേഷൻ പോലും പലയിടത്തും വർക്കാവുന്നില്ല, അല്ലെങ്കിൽ പലയിടത്തും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം ഡാറ്റ അനുസരിച്ചാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് പോലീസ് ഫോഴ്സസ് മോഡേണൈസേഷൻ ആക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരും എന്ന് പറഞ്ഞാലും വലിയൊരു വീഴ്ച BJP ഗവൺമെന്റിന് സംഭവിച്ചോ എന്നുള്ളൊരു സംശയം ഉണ്ട്. അതുപോലെ തന്നെ 2004-2012 ആ ഒരു വർഷം വരെ ഏകദേശം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ അടിസ്ഥാനത്തിൽ അതായത് കണക്കടിസ്ഥാനത്തിൽ ഏകദേശം 2.44 ലാക്സ് ആണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2021 ആയപ്പോൾ തന്നെ അത് ഡബിൾ ആയി, ഏകദേശം 4.28 ലാക്കിലോട്ട് അത് ഇൻക്രീസ് ആയി. അതായത് ഏകദേശം 42% അത് കൂടി, അതായത് ക്രൈം റേറ്റ് ഏകദേശം 42% അത് വർദ്ധിച്ചു. അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം, അതായത് ഈ ക്രൈം റേറ്റും അതുപോലെ തന്നെ പോലീസ് എല്ലാം തന്നെ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നതല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ BJP സർക്കാർ നമുക്ക് കുറ്റം പറയാതെ? അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ എല്ലാം കമ്പയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ BJP ഭരിക്കുന്ന കുറേയധികം സ്റ്റേറ്റുകളുണ്ട്. ഉദാഹരണത്തിന് UP, മധ്യപ്രദേശ്, ഹരിയാന ഇങ്ങനെയുള്ള പല സ്റ്റേറ്റുകളിലും BJP തന്നെയാണ് ഭരിക്കുന്നത്. എന്നാൽ ആ സ്റ്റേറ്റുകളിലും ഇതേപോലെ തന്നെ ക്രൈം റേറ്റ് ഇൻക്രീസ് ആയ റിപ്പോർട്ടുകളാണ് വരുന്നത്. അല്ലാണ്ട് ആ ഒരു സ്റ്റേറ്റിലും ഡിഗ്രീസ് ആയ റിപ്പോർട്ടുകളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഫുള്ളായിട്ടും അതായത് BJPനെ ഫുള്ളായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ഇച്ചിരും കൂടി ഒരു ശ്രദ്ധ പുലർത്തി അതുപോലെ തന്നെ കൂടുതലായിട്ടും പോലീസ് ഫോഴ്സസിനെ എല്ലാ ഗവൺമെന്റിനോടും ഇൻക്രീസ് ചെയ്യാനൊക്കെ പറഞ്ഞ് ഒന്ന് പ്രഷറൈസ് ചെയ്ത് ഇന്റേണൽ സെക്യൂരിറ്റിയും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യായിരുന്നു എന്നാണ് പറയുന്നത് എക്സ്പോർട്ട്. അപ്പോൾ ഇത് BJP 2014 വന്നപ്പോൾ തന്നെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് എല്ലാം വന്ന് ഡിഫൻസിൽ കൂടുതലായിട്ടും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരും എന്ന് അവർ ഉറപ്പ് നൽകിയിരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡിഫൻസിൽ നിങ്ങൾ 2014 തൊട്ട് പിന്നെയുള്ള ന്യൂസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഡിഫൻസിൽ ഇന്ന് ഇന്ത്യക്ക് അതായത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് സൂപ്പർ ക്രോണിക് മിസൈൽ തന്നെ ഇന്ത്യയും റഷ്യയും കൂടെ അത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അതേപോലെയുള്ള പല ഡെവലപ്മെന്റുകളും ഡിഫൻസിൽ ഇന്ത്യയിൽ സംഭവിച്ചു. അതായത് മോഡി സർക്കാർ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ്റെ കയ്യിൽ വലിയ ഡെവലപ്മെന്റ്
ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. വളരെ ചുരുങ്ങിയ സാധനങ്ങൾ മാത്രം, അതായത് വെപ്പൺസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയ വെപ്പൺസ് മാത്രമേ ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിന് ശേഷം ഇന്ത്യ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ടെക്നോളജി എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇന്ന് ഇന്ത്യ പല രാജ്യങ്ങൾക്കും ഫിലിപ്പൈൻസ് പോലെ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് വെപ്പൺ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ഡെവലപ്മെൻ്റ് എല്ലാം തന്നെ ഡിഫൻസ് സെക്ടറിൽ വളരെയധികം വർദ്ധിച്ചു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഡിഫൻസിൽ 2016 to 17 വരെ തന്നെ ഏകദേശം 10% എക്സ്പോർട്ട് കൂടിയത്. അപ്പോൾ ഇന്ന് ഇന്ത്യ ഏകദേശം 85 രാജ്യങ്ങൾക്കാണ് ഡിഫൻസ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതായത് വെപ്പൺസ് ആയിക്കോട്ടെ, മിസൈൽസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ന് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഡിഫൻസിൽ കൂടുതലായിട്ടും റവന്യൂ വരുന്നു. അതുപോലെ തന്നെ പല ഡിഫൻസ് റിലേറ്റഡ് ആയ സ്റ്റോക്സ് എല്ലാം തന്നെ റാലി ആവുന്നു. ഡിഫൻസ് റിലേറ്റഡ് ആയ കമ്പനി എല്ലാം വളരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഡിഫൻസിൽ വലിയൊരു താമസപ്പ് തന്നെയാണ് BJPക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുക? കമന്റ് ബോക്സിൽ. അപ്പോൾ സെക്യൂരിറ്റിൻ്റെ കാര്യം നമ്മൾ ഇവിടെ ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്തു. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സെക്യൂരിറ്റി. എക്സ്റ്റേണൽ സെക്യൂരിറ്റിയിൽ നല്ല എക്സലൻറ്റ് പെർഫോമൻസ് തന്നെ BJP ഇവിടെ നടത്തി. അതുപോലെ തന്നെ ഇന്റേണൽ സെക്യൂരിറ്റിയിൽ വളരെ പുവർ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അതായത് എല്ലാ ക്രൈം റേറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പല റേറ്റിലും അതായത് ഇന്റേണൽ സെക്യൂരിറ്റിയിൽ വലിയൊരു വീഴ്ച പറ്റി. അതുപോലെ തന്നെ ഡിഫൻസിലെല്ലാം തന്നെ എക്സ്പോർട്ടിൽ ഒരു എക്സലൻറ്റ് പെർഫോമൻസ് തന്നെ അതിലും നടത്തിയിട്ടുണ്ട്. അടുത്തത് അഗ്രികൾച്ചർ, അതായത് ഏറ്റവും ലോവർ ക്ലാസ്സിലോട്ടാണ് നമ്മൾ ഇനി അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ BJP പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു, അതായത് ഓരോ ഫാർമറിൻ്റെയും ഇൻകം ഡബിൾ ആക്കുമെന്ന്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഫാർമറിന് 1000 കിട്ടിക്കൊണ്ടിരുന്നതാണെങ്കിൽ അതിൻ്റെ ഇൻകം 2000 മാറും എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് നടന്നോ എന്ന് നോക്കാം. അപ്പോൾ 2022 പ്രകാരമാണ് കേട്ടോ ഡേറ്റ എല്ലാം എടുക്കുന്നത്. അതിനുശേഷമുള്ള ഡേറ്റയൊന്നും ക്ലിയർ ആയി വന്നിട്ടില്ല. അതുകൊണ്ട് 22 പ്രകാരമാണ് ഡേറ്റ എടുക്കുന്നത്. അപ്പോൾ 2014 ഇങ്ങനെ ഒരു പ്രോമിസ് നൽകുന്നതും. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ ഏകദേശം 1% ഇപ്പോഴും ആൾക്കാരെല്ലാം തന്നെ BPL ലൈനിൽ തന്നെയാണ് ഉള്ളത്. അതിൽ ഏകദേശം 9000 കിട്ടുന്നവർക്ക് 18,000 കിട്ടും എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണ്, അതായത് വെറുതെ വരുമാനം മാത്രം കൂട്ടിയാൽ പോരാ, അതിൽ ഇൻഫ്ലേഷൻ കൂടുകയാണ്. അതായത് പണവീക്കം കൂടുകയാണെങ്കിൽ ആ വരുമാനം കൂടിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അതായത് ഇപ്പോൾ 1 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം 2 രൂപ ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻകം ഡബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻകം കിട്ടില്ല. അതായത് സെയിം ഇൻകം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ റേറ്റും എല്ലാം ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2005 നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ആ വട്ടം തൊട്ട് വളർച്ച നോക്കുകയാണെങ്കിൽ 2005 to 12 നോക്കുകയാണെങ്കിൽ 7.5% വളർച്ച ഉണ്ടായിരുന്നു. എന്നാൽ 2012 to 16 BJP ടേൺ ഓവറിൽ ഏകദേശം 0.44% ആയിട്ട് അതിന് ഡിഗ്രീസ് ചെയ്യപ്പെട്ടു. അത്രമാത്രം വളർച്ച അഗ്രികൾച്ചറിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 16 to 17 എടുക്കുകയാണെങ്കിൽ അത് മൈനസിലോട്ട് പോയ ഒരു ഡാറ്റയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് അവർ കുറേ റീസൺസ് പറയുന്നുണ്ട്. അതെല്ലാം തന്നെ കറക്റ്റുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കോവിഡ് വന്നു. അത് വലിയൊരു കോവിഡ് കാരണം അവർക്ക് പ്രോപ്പറായി ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ റഷ്യ ഉക്രൈൻ വാർ വന്നു. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് മേജറായിട്ട് ഇമ്പാക്റ്റ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾഫിൽ ആവാൻ പറ്റാത്തത് എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിന് നമുക്ക് ഫുള്ളായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് ഡബിൾ ആക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടൊരു ഐഡിയ വേണം. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരാം. അതായത് ലോകത്ത് യുദ്ധം വരാം, അതുപോലെ തന്നെ കോവിഡ് പോലെയുള്ള മഹാമാരികൾ വരാം. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോമിസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ഡബിൾ ആക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടുതലായിട്ടും തിങ്ക് ചെയ്തതിന് ശേഷം, അതായത് ഇതിപ്പോൾ BJP അല്ലെങ്കിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും അതായത് ക്ലിയർ ആയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം അതായത് ഡബിൾ ചെയ്യാൻ പറ്റുമോ എന്ന്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡബിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തിൽ അത് സാധ്യമാവുമെന്ന് വളരെ കഠിനമാണ്. അതായത് അത്രമാത്രം വർക്ക് ചെയ്താൽ മാത്രം നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ് ഡബിൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ 1-2% കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോമിസ് കൊടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ള ലോ കൗണ്ട് കൊടുത്തിട്ട് പിന്നെ കൂട്ടുകയാണെങ്കിൽ അതൊരു ഗവൺമെൻറ്റിന് ഒരു നല്ല പേരായിരിക്കും ഒരു അഭിപ്രായം. ഇനി വെയർ ഹൗസിൻ്റെ നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് എല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമാണ് ഈ വെയർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ 2021 ഏകദേശം 311 മില്യൺ മെട്രിക് ടൺ സാധനങ്ങളാണ് ഇന്ത്യയിൽ കൃഷി ചെയ്തത്. എന്നാൽ സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റി ഇന്ത്യയിൽ വെറും 145 മില്യൺ മെട്രിക് ടൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 166 മില്യൺ മെട്രിക് ടണ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഓപ്പൺ സ്റ്റോറേജിലെല്ലാം തന്നെയാണ് അഗ്രികൾച്ചർ സ്റ്റോർ ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നവധാന്യങ്ങളെല്ലാം തന്നെ പലതും ഡാമേജ് ആയി പോകാനുള്ള ചാൻസസും കൂടുതലാണ്. എന്നാൽ പുറം രാജ്യത്തോട്ടെല്ലാം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം സ്റ്റോറേജ് കൂടുതലാണ്, പക്ഷേ ഉൽപ്പന്നമാണ് അവിടെ കുറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കൂടുതലാണ്, പക്ഷേ സ്റ്റോറേജ് കുറവാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഏതൊരു ഗവൺമെൻറ് അടുത്ത് വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ കൂട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഡിജിറ്റൽ ലാൻഡ്, അതായത് BJP പറഞ്ഞു ഏകദേശം 100% ഡിജിറ്റലിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം 94% വർക്ക്സും ഡൺ ചെയ്തു. 6% മാത്രമേ വർക്ക് ആവുള്ളൂ. അത് 31 മാർച്ച് ആകുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആവും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്.
അതുപോലെ തന്നെ അഗ്രികൾച്ചർ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ് ഇറിഗേഷൻസ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രധാനമന്ത്രി കൃഷി സിഞ്ചയാൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിൽ ഏകദേശം 47.46% വർക്ക്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആണ്. അടുത്ത 2025 ആകുമ്പോൾ തന്നെ ഫുൾ കംപ്ലീറ്റ് ആവും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ഫാർമേഴ്സിനെല്ലാം തന്നെ, അതായത് ചെറിയ കർഷകർക്കെല്ലാം തന്നെ പെൻഷൻ കിട്ടും എന്നാണ് പറഞ്ഞത്. അതിൽ 60% 60 വയസ്സിന് ശേഷമാണ് ഈ പെൻഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി കിസാൻ മന്ദന യോജന. അപ്പോൾ ഇതിൽ ഏകദേശം 1.9 മില്യൺ ആൾക്കാർ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത കർഷകരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊക്കെ അന്വേഷിച്ച് നിങ്ങളുടെ കർഷക ഓഫീസിലെല്ലാം അന്വേഷിച്ചിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് രജിസ്റ്റർ ചെയ്തേക്ക്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രോമിസിൽ 7 പ്രോമിസുകൾ BJP സർക്കാർ പറഞ്ഞു. അതിൽ 3 അവർ ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്തു. 4 ഡിലേ ആണ്, അത് കംപ്ലീറ്റ് ആക്കും എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത സെക്ടറിലോട്ട് പോകാം, എക്കണോമി. അതായത് രാജ്യത്തിന്റെ വളർച്ചയിൽ ഒരു ബാക്ക് ബോണായി നിൽക്കുന്നതാണ് എക്കണോമി. അപ്പോൾ എക്കണോമിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്ന് നോക്കാം. അപ്പോൾ എക്കണോമിയിൽ മാറ്റം വരുമ്പോൾ നമ്മൾ 6 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. 1 GDP, 2 ഇൻഫ്ലേഷൻ, 3 ഫിസിക്കൽ ഡെഫിസിറ്റ്, 4 FDI, 5ാമത്തത് ഡെപ്റ്റ് ടു GDP റേഷ്യോ, 6ാമത്തത് റവന്യൂ റെസിപ്റ്റ് ടു ഇൻട്രസ്റ്റ് പേ. അതായത് ആദ്യത്തെ GDP കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഭരണ സമയത്ത് ഏകദേശം 6.8% ആയിരുന്നു GDP വളർച്ച ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ BJPയുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ വെറും 5.7% മാത്രമോ അവരുടെ വളർച്ചയിൽ ഉള്ളൂ. അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം, അതായത് ഇവർ വന്നതിന് ശേഷമല്ലേ നമ്മൾ 10ാമത്തെ പൊസിഷനിൽ നിന്ന് 5ാമത്തെ പോയേന്ന്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നടുക്ക് 2 പ്രശ്നങ്ങൾ BJP ഗവൺമെൻറ് വലിയ രീതിയിൽ നേരിട്ടു. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് കോൺഗ്രസ് ഭരണത്തിലും വലിയൊരു റിസഷൻ 2008 ഒരു വലിയൊരു റിസഷൻ അവർ നേരിട്ടാണ്. എന്നാൽ BJP ഭരണ സമയത്ത് 2 പ്രശ്നങ്ങൾ അവർ നേരിട്ടു. ഒന്ന് കോവിഡ്, അതായത് റിസഷനെക്കാട്ടിലും വലിയ ബ്രേക്ക് ഡൗൺ ആയിരുന്നു കോവിഡ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ, ഇതിലും അവർ 5.7% ഒരു ഡീസൻറ്റ് ഗ്രോത്ത് പെർഫോം ചെയ്തു. അപ്പോൾ ഈ എക്കണോമിക് ഗ്രോത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യരുത്, ഇൻഫ്ലേഷൻ റേറ്റും കൂടെ നമ്മൾ നോക്കണം. RBIന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 1 to 6% വരെയാണെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റിംഗ് നമ്മൾ ഒരു കൺട്രോൾഡ് ആണ്. അതായത് നമ്മൾ ഒരു ഈക്വൽ സ്റ്റേജിലാണ് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് പോകുന്നത്. പക്ഷേ അതിൽ കൂടുതലാണെങ്കിൽ മാത്രമോ നമ്മൾ ആ ഇൻഫ്ലേഷൻ റേറ്റ് ക്രോസ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ കോൺഗ്രസ് ഭരണ സമയത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 8.1% ആയിരുന്നു. എന്നാൽ ഇവിടെ BJP ഭരണ സമയത്തായപ്പോൾ തന്നെ അത് 5.1% മാത്രമായിട്ടാണ് അവർ കൺട്രോളിൽ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോഴും ഇൻഫ്ലേഷൻ റേറ്റ് അവർ അണ്ടർ കൺട്രോളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ അതായത് കോവിഡ് വന്നിട്ടും അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ വന്നിട്ടും ഇന്ത്യൻ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ റേറ്റ് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് അണ്ടർ കൺട്രോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് BJP ഗവൺമെൻറ് വലിയൊരു പോസിറ്റീവ് സൈൻ തന്നെയാണെന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും ഓപ്പണായി പറയാവുന്നതാണ്. ഇനി ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഏകദേശം 3ന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നമുക്ക് നല്ല കൺട്രോൾ സ്റ്റേജിലാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ്. അതായത് RBIന്റെ നോംസ് അനുസരിച്ച് 3ന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മൾ ഒരു വളർന്ന എക്കണോമിക്ക് നല്ലൊരു രീതിയാണ് 3ന്റെ ഉള്ളിൽ. പക്ഷേ ഇത് കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്തും BJP ഉണ്ടായിരുന്ന സമയത്തും ഒരു 3ന്റെ താഴോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നപ്പോൾ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.3% ആയിരുന്നു. അതിനുശേഷം പിന്നീട് മൻമോഹൻ സിംഗിന്റെ 1.0 വെർഷനിൽ ഏകദേശം 4% ഇത് കുറഞ്ഞിരുന്നു. എന്നാൽ മൻമോഹൻ സിംഗ് വീണ്ടും റീഎലക്ട് ചെയ്തപ്പോൾ അത് വീണ്ടും കൂടി 5.2% മാറി. അതിനുശേഷം മോഡി 1.0 വരുന്നു, അതായത് മോഡി ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ആ വർഷം മോഡി ആയിരുന്നു, അതായത് ഈ 3 വട്ടം കമ്പയർ ചെയ്യുമ്പോൾ മോഡി ആയിരുന്നു ഏറ്റവും കുറച്ചിട്ട് 3.6% ആയിട്ട് അതിനെ വീണ്ടും കുറച്ചിരുന്നു, അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ്. അതിനുശേഷം വീണ്ടും മോഡി ഗവൺമെൻറ് വന്നപ്പോൾ അത് വീണ്ടും വർദ്ധിച്ച് 6.5%. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റിൽ ഇത് കോൺഗ്രസ് ആയിക്കോട്ടെ നെയ്തർ BJP ആയിക്കോട്ടെ രണ്ടുപേരും അത് ഔട്ട് ഓഫ് കൺട്രോൾ തന്നെയാണ് അവരുടെ ഫിസിക്കൽ ഡെഫിസിറ്റിൽ ഇന്നും ഉള്ളത്. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് മോഡി ഗവൺമെൻറ്സിൽ ഏകദേശം $500 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആയി വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നതിനെക്കാട്ടിലും 65% കൂടുതലാണ് ഇത്രയും ബില്യൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് മോഡിയുടെ ഒരു വിജയമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഡെഫിനറ്റ്ലി സക്സസ് ആണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഭരണ സമയത്ത് ഇത് വന്നെങ്കിൽ കോൺഗ്രസ് ആ ക്രെഡിറ്റ് എടുക്കും. അതുപോലെ തന്നെ മോഡിയുടെ ഭരണ സമയത്ത് വരുന്നെങ്കിൽ മോഡി അത് ക്രെഡിറ്റ് എടുക്കും. കാരണം ആ ഭരണത്തിന്റെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ അവരുടെ ഓരോ ഇനിഷ്യേറ്റീവ് അനുസരിച്ചാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഇന്ത്യയിലോട്ട് വരുന്നത്. അതെന്തായാലും ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കുറേയധികം പ്രോജക്ട്സുകളും അതുപോലെ തന്നെ കുറേയധികം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ ഡെപ്റ്റ് ഹെൽത്തിലോട്ട് വരാം. അതായത് UN-ന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണെങ്കിൽ 40% അടയ്ക്കുന്നതാണെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിക്കാണെങ്കിൽ നല്ലത് എന്ന് പറയുന്നത്. ഇന്ത്യ ഇത്രയും എമൗണ്ട് റവന്യൂവിൽ ഏകദേശം 39% ഇൻട്രസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ റിട്ടേൺ ആയിട്ടും നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ഡെപ്റ്റാണ് നമുക്കുള്ളത്. അപ്പോൾ അതെല്ലാം തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ RBIയുടെ പ്രകാരം ഇത് 10% ലെസ് ആണ്. എന്നാലും നമ്മൾ ഇത്രയും എമൗണ്ട് നമ്മൾ ഈ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രമാണ് തിരിച്ചടച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്ക് വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് മാറുന്നത്.
അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ സ്റ്റാറ്റസ് എല്ലാം തന്നെ നമ്മൾ താഴെ കൊടുക്കാം, കാരണം ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇനി അടുത്തത്, അതായത് മോഡി സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ് മേക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ മേക്ക് ഇൻ ഇന്ത്യയിൽ ഡിഫൻസ് സെക്ടർ നന്നായി വളർന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി അടുത്ത സെക്ടറെല്ലാം തന്നെ വർക്കായോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മേക്ക് ഇൻ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ ഏകദേശം ഡിഗ്രീസ് ആണ് ഈ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് വന്നിട്ടും ഇന്ത്യ നേരിട്ടെ എന്നാണ് പറയുന്നത്. അതായത് 13% നിന്ന് 13% കുറഞ്ഞു. അപ്പോൾ ഇതിന് കാരണം പറയുന്നത്, അതായത് ഒന്ന് കോവിഡും അതുപോലെ തന്നെ റഷ്യ ഉക്രൈനും വാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിനെ കൂടുതലായിട്ടും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, കാരണം കോവിഡ് വന്ന സമയത്ത് ഫുൾ ലോക്ക്ഡൗൺ ആയിരുന്നു. അഗ്രികൾച്ചർ സെക്ടറിലോട്ട് വരികയാണെങ്കിൽ അതായത് 2016 146 ഉണ്ടായിരുന്നത്, എന്നാൽ 2021 ആയപ്പോൾ 151, അതായത് ഏകദേശം 8% അത് വളർന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സർവീസ് സെക്ടറിലും 119 നിന്ന് 127 മില്യൺ ആയിട്ട് അതും വളർന്നു. അതുപോലെ തന്നെ മൊബൈൽ, ഡിഫൻസ് ഇങ്ങനെയുള്ള സെക്ടറെല്ലാം തന്നെ മേക്ക് ഇൻ ഇന്ത്യയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കണ്ടെത്തി എന്നാണ് പറയുന്നത്. അതായത് മൊബൈലെല്ലാം തന്നെ ആദ്യം എക്സ്പോർട്ട് ഇല്ലായിരുന്നു, ഇമ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ നിന്ന്, അതായത് ആപ്പിൾ തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ നിന്നുണ്ടാക്കി അത് എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമിക്ക് തന്നെ അതൊരു വലിയൊരു ബൂസ്റ്റായി മാറുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് മേക്ക് ഇൻ ഇന്ത്യ ഓൾമോസ്റ്റ്, അതായത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടുക്ക് വലിയൊരു 2 കാര്യങ്ങൾ സംഭവിച്ചു. അതായത് റഷ്യ ഉക്രൈൻ വാർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പാൻഡമിക്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ റഷ്യ ഉക്രൈൻ വാറിൽ കുറേയധികം സാങ്ഷൻസ് റഷ്യക്ക് വന്നു, അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും വന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെയുള്ള പല വിമർശനങ്ങളും വരാം. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയിൽ നമുക്ക് ഇനിയൊരു 5-10 വർഷം കഴിയുമ്പോഴോ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് ക്ലിയർ ആയി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എക്കണോമീൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു സ്റ്റേബിൾ ആയിട്ട് തന്നെ അവർ പെർഫോം ചെയ്തു എന്ന് പറയാം. അതായത് നടുക്ക് വലിയ 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടും അതിലൊരു സ്റ്റേബിൾ ആൻഡ് ഡീസൻറ്റ് പെർഫോമൻസ് തന്നെയാണ് BJP നടത്തിയത്. എക്സലൻ്റ് ഒന്നും പറയാനില്ല, എന്നാലും ഡീസൻറ്റ് പെർഫോമൻസ് തന്നെയാണ്. ഇനി ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് വരികയാണെങ്കിൽ, അതായത് BJP പറഞ്ഞു അവർ വരികയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ കൂടുതലും ഫോക്കസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതായത് ബിൽഡിങ്സ് ഒന്നും നമ്മളിവിടെ നോക്കുന്നില്ല. ഒന്നാമത്തെ റോഡ്, റെയിൽ, പോർട്ട്. ഇത് 3മാണ് ഡയറക്റ്റായിട്ട് ആൾക്കാരുമായിട്ട് ബന്ധമുള്ളത്. ഇനി ആദ്യത്തെ കേസ് റോഡ്. ഏകദേശം 60,000 കിലോമീറ്റർ ഹൈവേയോളം അവർ ലേ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കേസിൽ ഏകദേശം 50,000 കിലോമീറ്റർ ഹൈവേ അവർ ഇതുവരെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഏകദേശം ഫുൾ സക്സസ്ഫുൾ തന്നെയാണ്. അതായത് കോൺഗ്രസിൻ്റെ അത്രയും വർഷം, അതായത് കഴിഞ്ഞ 70 വർഷത്തോളം കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഏകദേശം 97,830 കിലോമീറ്റർ ആ ഒരു റേഷ്യോയിലാണ് കോൺഗ്രസ് ലേ ചെയ്തത്. എന്നാൽ ഇവരുടെ ഈ ഒരു 10 വർഷം കൊണ്ട് തന്നെ അത് 50,000 കിലോമീറ്റർ കൂട്ടി ഏകദേശം ഇപ്പോൾ 1,45,155 കിലോമീറ്റർ ആയിട്ട് കഴിഞ്ഞ 9 വർഷം കൊണ്ട് അത് ഇൻക്രീസ് ആയി. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളും, അതായത് ഇന്ത്യക്ക് 30-40 വർഷം എടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഒരു മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആണ് ഇന്ത്യ നേരിട്ടത്. അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ റോഡ് ഇടുന്നതിൻ്റെ ഗിന്നസ് റെക്കോർഡ് ഇത്രയും കാലം പോലീസിൻ്റെ കയ്യിലായിരുന്നു, എന്നാൽ ആ ഒരു റെക്കോർഡും ഇപ്പോൾ ഇന്ത്യ തന്നെ കരസ്ഥമാക്കിയിട്ടും ഉണ്ട്. അപ്പോൾ ഇത്രമാത്രം ഒരു റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ല രീതിയിൽ തന്നെ BJP ഗവൺമെൻറ് ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2014 ഇവർ ഭരണത്തിലോട്ട് വരുമ്പോൾ ഒരു ദിവസം 12 കിലോമീറ്റർ ആയിരുന്നു റോഡ് പുതിയതായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇവർ വന്നതിന് ശേഷം അതായത് ഏകദേശം 28.6, അതായത് ഡബിളിനെക്കാട്ടിലും കൂടുതലാക്കി എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അത് റെയിൽവേയിലോട്ട് വരികയാണെങ്കിൽ 2022 മാക്സിമം എല്ലാ റെയിൽവേ ട്രാക്കുകളും ഇലക്ട്രിഫൈ ആക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം 58,812 കിലോമീറ്റർ, അതായത് ഏകദേശം 90% റെയിൽവേ ട്രാക്കുകളും ഇലക്ട്രിഫൈ ആക്കി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട്, അതായത് 9 വർഷത്തിൽ കഴിഞ്ഞ 5 വർഷത്തിലാണ് മാക്സിമം റെയിൽവേസും ഇലക്ട്രിഫൈ ആക്കിയ എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ആയി പറയാനുള്ളത്. അത്രമാത്രം വർക്ക്സ് ആണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നടന്നിരുന്നത്. റെയിൽവേയിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് പോർട്ടിൻ്റെ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഡാറ്റ എടുക്കേണ്ടി വന്നു. പക്ഷേ പോർട്ടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അത് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. അതായത് കപ്പാസിറ്റി എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഡബിളാക്കി. അതായത് 8,710 ഉണ്ടായിരുന്നത് ഏകദേശം 16,000-ലും അധികം പോർട്സ് ആയിട്ട് അതിനെ ഡബിളാക്കി. അതായത് ഇൻഫ്രാസ്ട്രക്ചറിലും നിങ്ങൾക്ക് ഓരോന്നായിട്ട് റിവ്യൂ ചെയ്യാം. അതായത് നമ്മൾ ഡാറ്റ പറഞ്ഞിരുന്നു. അപ്പോൾ BJP എത്രമാത്രം പെർഫോം ചെയ്തു എന്നുള്ളതിൽ നിങ്ങളുടെ ഇതാണ്. അതായത് ഇതിലും കൂടുതൽ മറ്റ് പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ പെർഫോം ചെയ്തിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിലാണ്, അല്ലാണ്ട് ഞാൻ അതിൽ ജഡ്ജ്മെൻറ്റ് പറയുന്നില്ല. അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇനി അടുത്ത സോഷ്യൽ വെൽഫെയറിലോട്ട് വരാം. അപ്പോൾ 2022 എല്ലായിടത്തും ഹൈ സ്പീഡ് ഒപ്റ്റിക്കൽ കേബിൾ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് കോവിഡ് കാരണം അവർ പറഞ്ഞു ആ ഒരു പ്രോജക്റ്റ് 2025 നടക്കുള്ളൂ എന്ന് അവർ തന്നെ അതിനെ ഡിലേ ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ 2025 ആകുമ്പോൾ ഇത് എത്ര കംപ്ലീറ്റ് ആയി എന്നുള്ള റിപ്പോർട്ടുകൾ പറയുള്ളൂ.
പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇന്ത്യയിൽ ഏകദേശം 175 ജിഗാവാട്ടോളം റിന്യൂവബിൾ എനർജി ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ 2022 ആയപ്പോൾ തന്നെ അതിൽ 69% അച്ചീവ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയിൽ എല്ലാ വീട്ടിലോട്ടും കുടിവെള്ളം, അതായത് പൈപ്പ് ലൈൻ വാട്ടർ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഏകദേശം ഇപ്പോൾ 72% അത് അച്ചീവ് ചെയ്തു. ബാക്കി 2025 അച്ചീവ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മെട്രോ സിറ്റീസ് ഏകദേശം 50 എണ്ണം ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അതിൽ വെറും 22 മാത്രമോ ഇപ്പോൾ ഉള്ളൂ മെട്രോ സിറ്റീസ്. ഇനി അവസാന കേസിലോട്ട്, അതായത് സോഷ്യൽ റിഫോംസിലോട്ട്. അതായത് ഹൗസസ് ഏകദേശം 2022 2.4 കോടി ഹൗസസ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതായത് വീടില്ലാത്തവർക്ക് ഭവന പദ്ധതി. അപ്പോൾ അതിൽ ഏകദേശം 2.1 കോടി കംപ്ലീറ്റ് ആയി, ബാക്കിയെല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അർബൻ ഏരിയസിൽ വെറും 50% മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്നുള്ളൊരു വലിയൊരു വിമർശനവും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ LPG ഗ്യാസ് ഏകദേശം 100%, അതായത് ഗ്യാസ് എല്ലാ വീട്ടിലോട്ടും 100% ഗ്യാസ് സിലിണ്ടർ എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ 56.2% മാത്രമേ അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതുപോലെ തന്നെ 100% ഇലക്ട്രിഫൈ ആക്കും എന്ന് പറഞ്ഞു. അതായത് എല്ലാ വീട്ടിലോട്ടും കറണ്ട് എത്തിക്കും എന്ന് പറഞ്ഞു. ഇതിലും അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം അതായത് 86% മാത്രമേ അവർ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് എത്തിക്കും എന്ന് പറഞ്ഞു. ഇതിൽ ഏകദേശം അതായത് 17 വയസ്സിൻ്റെ മേലെയുള്ള ഏകദേശം 70% ഇന്ത്യൻ സിറ്റീസിന് ആൾക്കാർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ ടോയ്ലറ്റ്, എന്നാൽ ആ ടോയ്ലറ്റിൻ്റെ പദ്ധതിയിൽ ഏകദേശം 95.4% ടോയ്ലറ്റ്, അതായത് ഇന്ത്യയിൽ ഏകദേശം 95.4% വീടുകൾക്കും ടോയ്ലറ്റ് ഫെസിലിറ്റി എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പോവർട്ടി നോക്കുകയാണെങ്കിൽ 10% കുറഞ്ഞു എന്നാണ് UN-ൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ. പക്ഷേ പോവർട്ടി എല്ലാം തന്നെ പല ഇൻഡെക്സിലും ഇന്ത്യ ഇപ്പോഴും ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏത് കണക്ക് വെച്ചിട്ടാണ് കറക്റ്റ് ആണോ എന്ന് ഒരു ക്ലിയർ ഡൗട്ട് ഉണ്ട്. കാരണം 10% കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്, എന്നാലും ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഡേറ്റകൾ എപ്പോഴും ക്ലിയർ ആയിട്ട് വരാറില്ല, പല ഇൻഡെക്സിനും പല രീതിയിലാണ് വരുന്നത്. ഇനി അടുത്ത അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് റിസർവേഷൻ ഫോർ വുമൺ, അതും ലോക്സഭയിൽ ബില്ല് കൊണ്ടുവരികയും അതും സക്സസ്ഫുൾ ആയിട്ട് പാസ്സാക്കി. അപ്പോൾ ഈ ഒരു 10 വർഷത്തിൽ അവർ മാക്സിമം പറഞ്ഞ കാര്യങ്ങൾ, അതായത് 5 സെക്ടർ നമ്മൾ ഫോക്കസ് ചെയ്തതിൽ ഈ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ BJPനെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ RSSനെയോ ഇങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യാതെ ഒരു ഗവൺമെൻറ്റായി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കുറേ വലിയ ഡെവലപ്മെൻ്റ് എല്ലാം നമ്മുടെ ചുറ്റും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും വലിയ വലിയ ഡെവലപ്മെൻറ്റും ഹൈവേസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. പക്ഷേ കുറേ, അതായത് ഇൻ്റർണൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഇങ്ങനെ പല പ്രോജക്റ്റുകളും, അതായത് ഇന്ന് പറഞ്ഞാൽ എത്രയോ, അതായത് കുറേ പ്രോജക്റ്റുകൾ ഡിലേഡാണ്. അപ്പോൾ ആ ഡിലേ ആയ പ്രോജക്റ്റ് എല്ലാം തന്നെ കറക്റ്റായി വർക്ക് ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് കറക്റ്റായി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിലേ ആവാതെ എത്രയും പെട്ടെന്ന്, അതായത് ഈ ഒരു 5 വർഷം മാത്രമാണ് കോവിഡും മറ്റു കാര്യങ്ങളും വന്നത്. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിലെല്ലാം തന്നെ ഇനി ഇവർ വരുന്ന ഉറപ്പില്ല. അപ്പോൾ കോൺഗ്രസ് വരികയാണെങ്കിലും ആ ഡിലേ ആയ പ്രോജക്റ്റ് എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് സക്സസ് ആക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്കൊരു അഡ്വാൻറ്റേജായി മാറും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ BJPൻ്റെ സൈഡിൽ നിന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. See you next video.